അമ്മ ഞാൻ ഇറങ്ങുവാണേ. മോളെ നോക്ക്, ആരാണ്ടോ വരുന്നു. സിതാരയാണോ? അതെ, ആരാ? ഇത് ഡയന, ഞാൻ ആയിഷ. ഞങ്ങൾക്കല്പം സംസാരിക്കാനുണ്ട്. അയ്യോ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയതാണല്ലോ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. എന്നതാ കാര്യം? അല്ല, അതങ്ങനെ തിരക്കിട്ട് പറയേണ്ട കാര്യമല്ല. എന്നായാലും ഇപ്പൊ നേരമില്ല. അമ്മയോട് പറഞ്ഞേക്ക്, അമ്മയ്ക്ക് തിരക്കൊന്നുമില്ല. വല്ല പോളിസിക്കാണെങ്കിൽ നടക്കുകയല്ല കേട്ടോ. അമ്മേ, പോളിസിക്കാരാ. പോളിസിയാണ് ഇപ്പൊ തന്നെ 2 ഉണ്ട്. LIC മെഡിക്കൽ ഇൻഷുറൻസും. നല്ല ഭാര്യ അമ്മേ. നമുക്ക് അവരുടെ ഓഫീസിലേക്ക് വിട്ടാലോ? ചേച്ചി, ഒരു ഡൗട്ട്. ഈ ഫയലൊന്ന് നോക്കൂ, അർജന്റാ. എന്നാ അർജന്റ്? സെക്രട്ടറി കണ്ടാലേ ഡിസ്പാച്ച് ചെയ്തുള്ളൂ. ലഞ്ച് കഴിഞ്ഞിട്ട് മതി മോളെ, വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. സിത്താര സാറേ, 2 സ്ത്രീകൾ കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവിടെയും വന്നോ? അത്യാവശ്യമായതുകൊണ്ടാണല്ലോ. എന്നാ? അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചാലോ? ഈ വിവേകാനന്ദനല്ലേ നിങ്ങളുടെ ഹസ്ബൻഡ്? അതെ. അതിവിടെ. പക്ഷെ കൊച്ചിയിൽ ഇയാള് എൻ്റെ ലൈഫ് പാർട്ട്ണറാണ്. നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ അതുകൊണ്ട് എന്തെങ്കിലും കാര്യസാധ്യത്തിനോ അല്ല ഞങ്ങൾ വന്നത്. വിവേകാനന്ദന് ഭാര്യയും മോളും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ കൂടെ ജീവിതം തുടങ്ങിയത്. പക്ഷെ നിങ്ങൾ അയാളുടെ എറണാകുളത്തെ ജീവിതം ഒന്നും അറിഞ്ഞില്ല. ഏത് സാധാരണ ഭാര്യയും പോലെ നിങ്ങൾ അയാളെ വിശ്വസിച്ചു. അയാളുടെ എല്ലാ വീക്ക്നെസ്സും നിങ്ങൾ 2 ആളും ഒരേപോലെ അനുഭവിച്ചിട്ടുണ്ടാവും. അത് പക്ഷേ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ ഡിസ്കസ് ചെയ്യാനൊക്കുന്ന കാര്യമല്ല. ആ നമ്പർ ഒന്ന് ഷെയർ ചെയ്യും. രാത്രിയുള്ള വിളിക്കും. ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം അപ്പോൾ അവള് പറയും. അതിനൊരു തീരുമാനമാവുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ബാഗിൽ വിവേകാനന്ദൻ്റെ കുറച്ച് ഐറ്റംസാ. വീട്ടിൽ കൊണ്ടുപോയി തുറന്നാൽ മതി. സിതാര, ഡയാനയാണ്. ആയിഷ പറഞ്ഞ പോലെ ഒരു കാര്യത്തിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് തന്നെയായിരിക്കും. ബെഡിൽ അല്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? പേടിക്കണ്ട, പറയാം. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എൻ്റെ ശരീരം എനിക്കും. അതയാൾക്ക് കൊത്തിപ്പറിക്കാനുള്ളതല്ല. ആണോ? എൻ്റെ മുലകളിലും പൊക്കിളിനും താഴെയൊക്കെ അയാൾ കടിച്ചു പറിച്ച കുറെ പാടുകളുണ്ട്. കാണണോ സിതാരയ്ക്ക്? അതവിടെയും കാണുമല്ലോ അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 5-6 കൊല്ലായില്ലേ? അന്ന് മുതൽ പൂമുഖവാതിൽക്കൽ പൂന്തിങ്കളായിട്ട് ജീവിക്കല്ലേ? നമ്മൾ ഒരുമിച്ച് നിന്നാ ഇത് അവസാനിപ്പിക്കാം. അയാൾ ഇത് അവസാനിപ്പിക്കണം. അതിനുള്ള വഴി എൻ്റെ ഫ്രണ്ട് പറഞ്ഞുതരും. ഞാൻ ഫോൺ കൊടുക്കാം. സിതാര ടെൻഷൻ ആവണ്ട. ഉത്തമ ഭാര്യ എന്നുള്ള ഈ ടാഗ് ലൈൻ മനസ്സിൽ തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അയാളുടെ പുതിയ ഇരയത്. ഇപ്പൊ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇരകളുടെ എണ്ണം ഇനിയും കൂടും. അത് ഉറപ്പാ. സിതാര ആലോചിക്കേ. പോലീസിൽ നിന്നും കോടതിയിൽ നിന്നും നീതിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഇതേ വഴിയുള്ളൂ. സമയമെടുത്ത് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. നീ എന്തൊക്കെ ആലോചിക്കുന്നത്? ഒന്നുമില്ല.
വന്നത് വെറുതെ ആവോ? ഈ പ്ലാൻ നടന്നില്ലേ പിന്നെന്നാ? ഞാൻ അയാളെ കൊന്നാലോ? ഏയ് നടക്കും. അവരാ? ഹലോ, ഞാൻ റെഡിയാണ്. സമ്മതിച്ചു. Really? വീടൊക്കെ പൂട്ടി നമ്മൾ എങ്ങോട്ട് സിത്താരി പോകാൻ പോന്നെ? ഇന്നത്തെ ദിവസം അമ്മയും ദേവുട്ടി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അവൻ വരികയല്ലേ ഇന്ന്? അതെ, അതുകൊണ്ടാ ഇന്ന് ഞാനും വിവേകേട്ടനും മാത്രം മതി ഇവിടെ. എന്നതാ പ്രശ്നം? അത് പറ. പറയേണ്ട സമയമാകുമ്പോ പറയാം. സച്ചിദാനന്ദ വീട്ടിലേക്കാണ് ഞാൻ വരികയല്ല. അത് ശരിയാകുകയല്ല. വരാനോ? അച്ഛനുണ്ടോ അവിടെ? അച്ഛനല്ലേ, അല്ലാതെ കാണ്ടാമൃഗമൊന്നും അല്ലല്ലോ. കേറ്. കാണോ ഒത്തിരി നേരമായി നീ വന്നിട്ട്? ആ കുറച്ചു നേരമായി. ശരി കേട്ടാ, ബൈക്ക് ഞാനൊന്ന് എടുക്കുവാണേ. നീ എന്നാ ഇരുട്ടത്തിരിക്കുന്നേ? അമ്മയും കൊച്ചോടെ? ഇതെന്നാ ഈ കുറ്റിയൊക്കെ ഇട്ടിരിക്കുന്നു? നീ എന്നാ പണിയാ കാണിക്കുന്നത്? നീ എന്നാ തന്നെ വാല മുട്ടിയ? വാതിലോർക്കാൻ നിങ്ങൾ എന്നാ ഇവിടെ? എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണുന്നു ഞാൻ പറഞ്ഞത്. ഇവിടെ വെച്ചാവുന്നു കരുതിയില്ല അല്ലേ വിവേകാനന്ദൻ? വിവേകേട്ട ഇരിക്ക്. ഇരിക്ക്. വിവേക് ഇരിക്ക്. വാ ഇരിക്ക്. നിങ്ങളെന്നാ എന്നെ വിചാരണ ചെയ്യാൻ പോവാണോ? ഇനി ഞങ്ങള് പറയണത് താൻ അനുസരിക്കും, മനസ്സിലായോ? മിസ്റ്റർ വിവേകാനന്ദൻ, എന്റെ യൂട്യൂബ് ചാനലിനെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ളതാ. ഐഷൂസ് വ്ലോഗ്. ഇന്നത്തെ എപ്പിസോഡ് മാസാവുന്ന് ഞാൻ രാവിലെ മുതൽ പ്രമോ വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യൂവേഴ്സ് കട്ട വെയിറ്റിംഗ് ആയിരിക്കും. നമുക്കിന്ന് തുടങ്ങിയാലോ? ഞാൻ ലൈവ് പോവാൻ പോവാ. ഓക്കേ, അവിടെ എല്ലാം സെറ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, എല്ലാം ഓക്കെയാണ്. ഓ, ഓൾ ദി ബെസ്റ്റ്. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഐഷു. വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ലോഗ്. സാധാരണ ഞാൻ റെക്കോർഡഡ് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ലൈവിൽ വന്നതിന് ഒരു പ്രത്യേക റീസൺ ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ മനസ്സിലാവും. ഇന്നിപ്പോ ഈ ലൈവില് ഞാനൊരു പ്രശ്നം അവതരിപ്പിക്കാൻ പോവാ. സൊല്യൂഷൻ നിങ്ങൾ പറയണം. ആൻഡ് യു ഹാവ് ടു സജസ്റ്റ് ദ ക്ലൈമാക്സ് ടു. ഓക്കെ, ദെൻ വാച്ച്. ഞാനിപ്പോ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു വില്ലേജിലെ ഒരു വീട്ടിലാണ്. വിവേകാനന്ദൻ എന്ന ആളുടെ വീട്ടിൽ. ഈ വിവേകാനന്ദനാണ് ഇന്നത്തെ നമ്മുടെ ലൈവിലെ താരം. വിവേകാനന്ദനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അയാളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 പേരെ ഞാൻ പരിചയപ്പെടുത്താം. സിതാര വന്നേ.
ഇത് സിത്താര, വിവേകാനന്ദന്റെ ഭാര്യയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി സിത്താര പറയും. നമസ്കാരം. ഞാനൊരു സാധാരണ സ്ത്രീയാ. ഇത് കണ്ടോ ചേട്ടായി? ഇത് എന്നോ സംഭവം? 7 വർഷമായി. ഒരു മോളുണ്ട്. ഹസ്ബൻഡിന്റെ അമ്മയുടെ കൂടെ ഈ വീട്ടിലാ താമസിക്കുന്നത്. വിവേകേട്ടൻ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരാളാ. വളരെ മാന്യൻ. ഇവിടെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ വിവേകേട്ടനെ കുറിച്ച് നല്ല അഭിപ്രായ. സച്ചേട്ടാ, നല്ല സ്നേഹമുള്ള ഇത് മനുഷ്യൻ. കണ്ടോ? പക്ഷെ ഇതൊന്നുമല്ല വിവേകാനന്ദൻ. രാത്രി ഞങ്ങൾ ഒറ്റയ്ക്കാവുമ്പോ വിവേകേട്ടൻ മറ്റൊരാളാണ്. സിത്താര ബാക്കി പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടണം. ഞാൻ ഡയാന, വിവേകാനന്ദന്റെ പാർട്ട്ണറാണ്. കഴിഞ്ഞ 4 വർഷമായി എറണാകുളത്തെ എൻ്റെ വീട്ടിൽ വി ആർ ലിവിങ് ടുഗദർ. വിവേകാനന്ദന് വേറെ ഭാര്യയും കുടുംബം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അയാളുടെ കൂടെ ജീവിതം തുടങ്ങിയത്. എൻ്റെ പേഴ്സണൽ പ്രോബ്ലംസും അപ്പോഴത്തെ സാഹചര്യങ്ങളും കൊണ്ട് ഞാൻ അയാളെ വിശ്വസിച്ചൊപ്പം ജീവിച്ചു. സിത്താരയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇന്നലെ ഞാൻ പറയുന്നത് വരെ. ആദ്യമൊക്കെ വിവേകിന്റെ പെരുമാറ്റം എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തിരുന്നു. പിന്നെയാണ് ഇയാള് ശരിക്കും എന്താന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഭാര്യയുള്ളൊരു പുരുഷനെ ഒരു ബാധ്യം കൂടാതെ സ്നേഹിച്ചതിനെയും അയാളുടെ കൂടെ ജീവിച്ചതിനെയും ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഈ വീഡിയോയിൽ അയാളുടെ ഭാര്യയും ഞാനും ഒരുമിച്ച് വരാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണം രണ്ടുപേരും ഷെയർ ചെയ്ത അവരുടെ എക്സ്പീരിയൻസസ് ആണ്. ഒരേപോലെ അനുഭവിച്ച മെന്റൽ ട്രോമ, ഫിസിക്കൽ അബ്യൂസ്. നോർമലി പരസ്പരം ഏറ്റുമുട്ടേണ്ടിയിരുന്ന 2 സ്ത്രീകൾ അവരുടെ എക്സ്പീരിയൻസസ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ ഒരുമിച്ച് വന്നതിന്റെ റീസൺ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. അതിന് കാരണക്കാരനായ നേരത്തെ ഞാൻ പറഞ്ഞ ആ ലൈവിലെ താരം നമ്മുടെ കൂടെ ഉണ്ട്. ആദ്യമേ പറയാം, ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. അയാളുടെ എന്ത് റിയാക്ഷനും ഞങ്ങൾ ഉത്തരവാദികളല്ല. ലുക്ക് അറ്റ് മിസ്റ്റർ വിവേകാനന്ദൻ. ഈ അവസ്ഥ ഇയാൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്. Men are different types and of course women too. അതുകൊണ്ട് ഈ ലൈവ് കാണുന്നവരാരും ഇതിനെ ജനറലൈസ് ചെയ്ത് ഇയാളെ ന്യായീകരിക്കാൻ വരരുത്. ഇത്രയും നാളും സ്നേഹവും കരുതലും അഭിനയിച്ച് ഇയാൾ ഞങ്ങളെ ചീറ്റ് ചെയ്യായിരുന്നു. സെക്സ് എന്ന് പറയുന്നത് പാർട്ട്ണറിന്റെ കൺസെന്റ് ആവശ്യമില്ലാത്ത ആണിന്റെ അവകാശം എന്ന് കരുതുന്ന ഒരുത്തന്റെ ആണധികാരത്തിന്റെ ഇരകളാണ് ഞാനും സിത്താരയും. അതുകൊണ്ട് ഇങ്ങനെ ഇവർ റിയാക്ട് ചെയ്തേല് ഇവരെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? നിങ്ങൾ പറ. ഗതികേടുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി ഇത് സഹിക്കാൻ വയ്യ. ഇയാളെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് ചെയ്തു കൂട്ടിയ ടോർച്ചറിങ്ങിന് ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ മിസ്റ്റർ വിവേകാനന്ദൻ? മതിടാ, അതോ എനിക്കത് കാണാൻ വയ്യ. പോക്കരുത്തരല്ലേ കാണിക്കുന്നത്? പപ്പൻ ചേട്ടൻ എഴുന്നേറ്റ് അവിടം വരെ ഒന്ന് പോയിച്ചു വരാം. നിനക്ക് ഞാനുണ്ട്. എന്നോട് ആരും വരണ്ട. ഞാനില്ലാണ്ട് പപ്പൻചേട്ടൻ ഇങ്ങോട്ടാ. അതിന് ഞാൻ അങ്ങോട്ടല്ലടാ, വീട്ടിലോട്ടാ. അവിടെ സാവത്തി ടീച്ചറില്ലേ, അവിടെ വാലിക്കുമ്പോഴും പപ്പൻചേട്ടൻ കേൾക്കേണ്ടി വരും കേട്ടോ. ജോയി ഒന്നോട് വെച്ചാ ഒറ്റയ്ക്ക് പോണ്ട, അപ്പുറത്തൊന്ന് ബിജുവിനെ കൂടെ വിളിച്ചേച്ചു പോ. നമ്മുടെ സ്റ്റേഷൻ പരിധിയിലല്ലേ ഇടപെടണ്ടേ സാറേ? വെറ്റോടത് കണ്ടോണ്ടിരിക്കല്ലേ. പരാതി എന്തെങ്കിലും കിട്ടിയിട്ട് മതി സാറേ. ഒന്നാമതേ സ്ത്രീകളോടുള്ള ഇടപാടാ. മേഴ്സി പറഞ്ഞാ കറക്റ്റ്. എന്നാലും നല്ല ഉഷാറാണല്ലേ മേഴ്സിയെ. പെണ്ണുങ്ങളോട് കളിക്കില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ല സാറേ. അതിപ്പോ എന്തിനാ എന്നോട് പറയണ മേഴ്സിയെ?